കണ്ണൂർ കോൺഗ്രസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കെ സുധാകരനുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വത്തിൽ കേട്ട് പരിചിതമായിട്ടുള്ള ഒരു തലക്കെട്ടും അല്ലെങ്കിൽ ഒരു വാർത്തയുമാണിത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണങ്ങളൊന്നും ആദ്യ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മാധ്യമങ്ങൾ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുന്നത്. ഇന്ന് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, കെ സുധാകരൻ മത്സരിച്ചു കഴിഞ്ഞാൽ താൻ രാജിവെക്കും, പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കും. ഇത് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഇതിനെതിരെയാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? കെ സുധാകരൻ മത്സരിച്ചു കഴിഞ്ഞാൽ ഞാൻ രാജിവെക്കുമെന്ന്. ഞങ്ങളൊക്കെ സുധാകരേട്ടൻ, ഈ സുധാകരേട്ടൻ എന്നുള്ള വിളി നമ്മൾ രാഹുൽ മാങ്കൂട്ടം വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. അതേപോലെ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് എല്ലാവരും അദ്ദേഹത്തെ സുധാകരേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സുധാകരേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം മത്സര രംഗത്തേക്ക് വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും യാതൊരുവിധ പ്രശ്നവുമില്ല. പ്രത്യേകിച്ച് അദ്ദേഹം മത്സര രംഗത്തേക്ക് വന്നാൽ ഞാൻ എന്തിനാണ് ആ പ്രതിപക്ഷ സ്ഥാനം വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ ഒരു ആവശ്യം എന്താണ് ആ ഒരു കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരൊക്കെ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ ഈ നമ്മൾ ദ്രോണാചാര്യർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ രാഷ്ട്രീയ ആചാര്യന്മാർ എന്ന് പറയില്ലേ, ആ ഒരു ആചാര്യന്മാരുടെ കൂട്ടത്തിലാണ് കെ സുധാകരനെയും കാണുന്നത്. അങ്ങനെ ഒരാളെ, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ സീനിയർ ആയിട്ടുള്ള അങ്ങനെ ഒരാളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ വാർത്ത പടച്ചുവിടാൻ തോന്നിയത്? അപ്പോ അവസാനം സുധാകരേട്ടന് വേണ്ടി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങി. അതാണ് ഇന്നിപ്പോ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അല്ല, ഇത് ഈ പറയുന്ന ഓസ്കാർ അവാർഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അവാർഡ് കൊടുക്കേണ്ട ഒരു അഭിനയമാണ് അദ്ദേഹം നടത്തിയെന്ന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇന്നലെ ഈ കണ്ട മണിക്കൂറുകളിൽ സുധാകരൻ്റെ സമ്മർദ്ദം അത് നമ്മളൊരു കഥയായിട്ട് കാണുന്നു. മാധ്യമങ്ങളിൽ വരുന്ന ആട്ടക്കഥ എന്നാണ്, സുധാകരൻ്റെ ആട്ടക്കഥ എന്നാണ് പറയുന്നത്. ഏതായാലും എന്തെങ്കിലും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ PG സുരേഷ് കുമാറിനോട്, അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹം ഇരിക്കുന്ന ചാനലിൽ ചോദ്യം ചോദിച്ചു. ശ്രീകുമാർ എന്നാണ് ആ മാധ്യമപ്രവർത്തകൻ്റെ പേര്, നിങ്ങൾ ഇങ്ങനെയാണോ വാർത്ത ചെയ്യുന്നതെന്ന്. സത്യത്തിൽ ഈ പറയുന്ന രീതിയിൽ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നമുക്കിപ്പോൾ സുധാകരേട്ടൻ്റെ കാര്യം ഇദ്ദേഹം ഇത്രത്തോളം സ്നേഹത്തോടെ പറയുന്നതാണെങ്കിൽ നമ്മുടെ മുന്നിൽ ശബ്ദിക്കുന്ന തെളിവുകളുണ്ട് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവില്ലേ? തൃക്കാക്കര ഇലക്ഷൻ കഴിയുന്നു, ഉമാ തോമസ് വിജയിക്കുന്നു, പത്രസമ്മേളനം നടക്കാൻ പോകുന്നു. പത്രസമ്മേളനത്തിൽ അന്ന് KPCC പ്രസിഡന്റാണ്, പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് മുമ്പേ പറയാനായി പോകുമ്പോൾ മൈക്ക് നീക്കി വെച്ച് ഞാൻ പറയട്ടെ എന്ന് പറയുന്നതിൽ തുടങ്ങുന്നു ഇവർ തമ്മിലുള്ള സ്പർദ്ധ ആരംഭിക്കുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഈ പറയുന്ന രീതിയിൽ അഭിനയിച്ച് തകർത്ത വ്യക്തിയെക്കാളും മനസ്സുകൊണ്ട് എത്രയോ നല്ല ആളാണ് ഈ പറയുന്ന കെ സുധാകരൻ എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. കാര്യം കെ സുധാകരൻ, നമ്മൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെയാണ് പരിണാമം സംഭവിക്കുന്നത്, അല്ലേ? ഒരു വ്യക്തി മോൾഡ് ചെയ്ത് വരുന്നത് ജീവിത അനുഭവങ്ങളിലൂടെയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ ഏതാണ്ട് 60 കൊല്ലത്തിനടുത്ത് പ്രവൃത്തി പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. അന്ന് ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ രണ്ടുപേരും മൈക്കിന് വേണ്ടി സംസാരിച്ച് ഉണ്ടായ ആ സ്പർദ്ധയിൽ നിന്ന് അന്ന് എൻ്റെ കൂടെ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ നോക്കിക്കോളി, വിത്തിൻ ഇത്ര മാസങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനം തെറിച്ചിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ഈ കണ്ട സുധാകരൻ സ്നേഹം ഒരിക്കലും ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ ഉണ്ടായില്ല എന്നുള്ള ഒരു കാര്യം അറിയാമോ ആതിരയ്ക്ക്? അതായത് ഈ MP-മാർ മത്സരിക്കാൻ പാടില്ല. അതായത് എൻ്റെ ബലമായ സംശയം ഇദ്ദേഹം പിണറായി വിജയന് പഠിക്കുന്നുണ്ടോ എന്നാണ്. ഈ പറയുന്ന വി.ഡി. സതീശൻ എന്ന നേതാവിനോട് സർവ്വ ബഹുമാനത്തോടെ നമ്മൾ പറയുകയാണ്, ഇദ്ദേഹം പിണറായി വിജയന് പഠിക്കുകയാണെന്നാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് ഇതേപോലുള്ള കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ MP-മാർ മത്സരിക്കാൻ പാടില്ല എന്നൊരു നിയമം എവിടെ എപ്പോഴാണ് ഉണ്ടാക്കിയത്? പത്രത്താളുകളിൽ നമ്മൾ വായിച്ചതാണ്. ഇപ്പോൾ ഒരു റിപ്പോർട്ട് ഇങ്ങനെ വരുന്നു, ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടായിരിക്കാം, അവിടുത്തെ ഒരു റിപ്പോർട്ടറായിരിക്കും തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഈ പറയുന്ന സന്ദർഭത്തിൽ എടുത്ത് ഉപയോഗിക്കണം എന്ന് ഇപ്പോൾ ഒരാൾക്ക് അനുവാദം കൊടുത്താൽ ബാക്കിയുള്ളവർ വരും എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ആസാമിൽ ഒരു MP-യെ മത്സരിക്കാനായിട്ട് ആസാമിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഒരു കോൺഗ്രസ് MP-ക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തല്ലോ. ഇത് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന 80 വയസ്സിന് മേൽ പ്രായമുള്ള കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ പറഞ്ഞു തിരിപ്പിച്ചത് ഇവരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും നമുക്ക് വേണ്ട. എന്നാലും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനോട് നമുക്ക് യോജിച്ചേ പറ്റുള്ളൂ. ഇവർ പറയാത്തൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നത് ശരിയല്ല. ഇപ്പോൾ കെ സുധാകരൻ മത്സരിച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കും, ഇത്തരത്തിലുള്ള ഇവരുടെ സ്റ്റേറ്റ്മെന്റ് അല്ലാത്ത വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ അത് തികച്ചും കെ സുധാകരനെയോ ഈ വി.ഡി. സതീശനെയോ മാത്രം
ബാധിക്കുന്ന ഒരു കാര്യമല്ല. കോൺഗ്രസ് പാർട്ടിയെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത്ര കാലങ്ങളായി അല്ലെങ്കിൽ 10 വർഷമായിട്ട് പ്രവർത്തിച്ച അണികളെ ബാധിക്കുന്നതാണ്, പ്രവർത്തകരെ. അതിലെ ഗ്രൂപ്പിസവും അത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. ഇവർ ഈ പറയുന്ന പോലെ വെള്ളം തൊടാതെ വിശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇത് കറക്റ്റ് സോഴ്സിനെ ഈ മാധ്യമപ്രവർത്തകർ പറയുള്ളൂ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കഥ എന്ന് പറയുന്നത് AK ആന്റണി രാഹുൽ ഗാന്ധിയെ വിളിച്ചു പറഞ്ഞു K സുധാകരന് സീറ്റുണ്ട്. ഇതിന് 2 വശം നമുക്ക് ചിന്തിച്ചു നോക്കാം. AK ആന്റണി അങ്ങനെ പറഞ്ഞു പോലും കാണില്ല. അഥവാ പറഞ്ഞാൽ തന്നെ ആ സാധ്യത അടയുകയല്ലേ ഒരു വാർത്ത വരുമ്പോൾ. ഞാൻ ചോദിക്കുന്നത്, ഒരു വാർത്തയ്ക്ക് 2 വശമുണ്ട്. ഒരു വാർത്തയുടെ ഒരു വശം AK ആന്റണി പറഞ്ഞു, അത് പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ഹൈക്കമാൻഡ് ചിന്തിക്കും AK ആന്റണി പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത അടിക്കുമ്പോഴത്തേക്ക് അത് അനുവദിച്ചു എന്നൂടെ പറയുമ്പോൾ അങ്ങനെ അവിടെ ചെയ്തിട്ടുണ്ടോ? അഥവാ ചിന്തിച്ചാൽ തന്നെ അത് അവിടെ ബ്ലോക്ക്. അല്ല, ആ സോഴ്സുകളൊന്നും പ്രശ്നമില്ല ചേട്ടാ. അതോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ K സുധാകരൻ മത്സരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് രാജിവെക്കുന്നു. ഇതിനും വലിയൊരു നാണക്കേട് വേറെ എവിടെയെങ്കിലും ഉണ്ടാകാറുണ്ടോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ഇടയ്ക്ക് അല്ല, അത്ര മണ്ടനാണ്. ഇപ്പൊ അങ്ങനെ ഒരു വാർത്ത ഇപ്പോ നമ്മുടെ ഇടയിൽ ഇങ്ങനെ പറയുകയാണ്, അവൻ ആ സ്ഥാനത്തേക്ക് വരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് പക്ഷെ പ്രത്യക്ഷത്തിൽ വന്ന് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു, കോൺഗ്രസിന് അത്യാവശ്യം നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നു. ആ ഒരു സമയത്ത് ഈ വെളുക്കുപോളം വെള്ളം കോരിയിട്ട് കൊണ്ട് കല ഉടയ്ക്കുന്ന രീതിയിൽ അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. മണ്ടന്മാരല്ല, അതൊരു സമ്മർദ്ദതന്ത്രം എന്നേ പറയാൻ പറ്റുള്ളൂ. സമ്മർദ്ദതന്ത്രം എന്ന് തന്നെ പറയാം. പിന്നെ ആരും മത്സരിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ ഇപ്പൊ ശ്രീ VD സതീശൻ അങ്ങനെ നിലപാടെടുക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതാക്കളും എവിടെ മത്സരിച്ചിട്ടും ജയിക്കാൻ പോകുന്നില്ല എന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ പോകും. അല്ല, ഇതിപ്പോ നമുക്ക് സംസാരിക്കുമ്പോൾ K സുധാകരൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം സ്വയം ചിന്തിച്ച് ഇപ്പൊ ഒരു വേള അദ്ദേഹം കളഞ്ഞ് പാർട്ടിയിൽ നിന്ന് പോയെങ്കിൽ അദ്ദേഹത്തിനേ നഷ്ടമുള്ളൂ. ഈ പാർട്ടിക്ക് ഒരു നഷ്ടവുമില്ല. അദ്ദേഹം ഇപ്പൊ തിരിച്ചു വന്നതുകൊണ്ട് ഇപ്പൊ സുധാകരേട്ടനെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഇത് ആരെ പറ്റിക്കാൻ പറയുന്നത്? ഇതൊക്കെ നമ്മൾ കണ്ടതാണോ? കേരള ഹൗസിൽ ചർച്ച കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ, കേരള ഹൗസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യം മാധ്യമങ്ങളോട് കയർത്തത് കണ്ടില്ലേ? ഇത് എന്തുകൊണ്ടാണ് കയർക്കുന്നതെന്ന് അറിയാമോ? അവിടെ നടക്കുന്നതെല്ലാം ചോർത്തി അതേപോലെ ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പം ഇദ്ദേഹം പറയുന്നത് പോലെ മാധ്യമങ്ങളെയൊക്കെ ചുമ്മാ അങ്ങ് കയറി അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ നടക്കുന്നു, പോട്ടെ, CPM-ന്റെ പിന്നെ ജില്ലാ കമ്മിറ്റി അല്ല സംസ്ഥാന കമ്മിറ്റി യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നു. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്ത്യ വിഷനിൽ പണിയെടുക്കുന്ന സമയം അവിടെ ഇന്ത്യ വിഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുമ്പോൾ ഞങ്ങളുടെ ചാനലിലെ ഒരു പ്രമുഖ മാധ്യമം, ഞാൻ പേര് പറയുന്നില്ല, ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ 24-ലുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായി വാർത്ത കിട്ടുമായിരുന്നല്ലോ. അദ്ദേഹം കൃത്യമായി വാർത്ത അടിക്കുമായിരുന്നല്ലോ. CPM-ന്റെ സോഴ്സ് കിട്ടാൻ വലിയ പാടാണ്. CPM-ന്റെ സോഴ്സ് അങ്ങനെ പുറത്തു പോകില്ല, അദ്ദേഹം ചെയ്യുമായിരുന്നു. അതുപോലെ KPCC ഓഫീസിലെ PP തങ്കച്ചൻ പാർട്ടി KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഓഫീസിലെ ഇന്ന് അദ്ദേഹം ഈ VD സതീശന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, ഇന്ന് VD സതീശന്റെ പ്രസ് സെക്രട്ടറി ആണ് ആ വ്യക്തി. അദ്ദേഹം അന്ന് ഞങ്ങൾ ഇന്ത്യ വിഷനിൽ ഞങ്ങളുടെ കോൺഗ്രസ് ബീറ്റ് നോക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ആ കമ്മിറ്റി കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് അതിന് മിനിറ്റുകൾക്ക് അവിടെ എന്ത് നടന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ അത് അങ്ങനെയാണല്ലോ സർ ഈ വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അത് വരുന്ന സമയത്ത് വന്നത് സത്യമായത് കൊണ്ടും ഈ ദേഷ്യം വരൂല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്നാൽ, പക്ഷെ ഇത്തരം ഒരു മണ്ടത്തരമായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത് ശരി, അത് അതിന്റെ ഒരു വശമാണ്. പക്ഷെ ഒരു സംഗതി കൂടെ ഞാൻ പറയട്ടെ, എനിക്ക് അപ്പോഴേ തന്നെ മനസ്സിലായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതിന്. അതായത് ഹൈക്കമാൻഡ് വഴങ്ങി സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങി. ഇത് ഹൈക്കമാൻഡിനെ മലയാള ഭാഷ വായിച്ചിട്ട് ധരിപ്പിക്കാൻ കഴിയുന്നവരാരെങ്കിലും ധരിപ്പിച്ചാൽ, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ ഒരു വലിയ ഘടകമല്ലേ, ഒരു മേൽ ഘടകമല്ലേ? അവർ ഒരു കേരളത്തിലെ ഒരു നേതാവിന്റെ മുന്നിൽ കീഴടങ്ങി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു വാർത്ത ഉണ്ടാക്കിയാൽ അതിനെ ഇരുതല മൂർച്ചയുള്ള ഒരു സാധനമാക്കി മാറ്റാൻ ഇവർക്ക് ശ്രമിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത്. സത്യത്തിൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാളായിരുന്നു ഇന്നലെ പകൽ മൊത്തത്തിൽ അരങ്ങേറിയത്. അദ്ദേഹത്തിന് ഒരു വേള കൊടുക്കുമായിരുന്നു. സത്യത്തിൽ മല്ലികാർജുൻ ഖാർഗെയും ഇദ്ദേഹവും വിചാരിച്ചാൽ, രാഹുൽ ഗാന്ധിയും വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ ഒരു ചൊക്കുമില്ല. അത്രയും വലിയൊരു നേതാവാണ് അദ്ദേഹം. എന്ത് ഇമ്പാക്റ്റ് ആയനെ അത് കൊടുത്തെങ്കിൽ. അപ്പൊ അതിനെ വളർത്തി വലുതാക്കി. പക്ഷേ ഇപ്പൊ ഈ അഭിനയിക്കുന്നില്ലേ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി, ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇത്തരത്തിൽ പെരുമാറുള്ളൂ. ഇത് കഴിയുമ്പോൾ ഒരു വലിയ പൊട്ടിത്തെറി ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവും. അത് രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അറിയാം. കാര്യം ഈ ജയം ഇപ്പോൾ എല്ലാം തങ്ങൾ വിചാരിച്ചെടുത്ത് എത്തി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി രമേശ് ചെന്നിത്തലയുടെ പക്ഷത്ത് നിന്ന് എത്ര പേരെ വെട്ടിയെന്നറിയോ? അതിന് പ്രതികാരമാണ് അദ്ദേഹത്തിന് വേണ്ടി ദീപ്തി മേരി വർഗീസ് അദ്ദേഹം വാദിച്ച KC വേണുഗോപാൽ വാദിച്ച ആളാണ്. KC വേണുഗോപാലിന്റെ ഒരു പേര് വെട്ടിയോ? അങ്ങനെ സമാസമം. ഇത് ജയിച്ചു കയറി വരുമ്പോൾ ഇവർക്കെല്ലാം കൈവെക്കാൻ MLA-മാരെ എണ്ണം കൂട്ടാനാണ് ഇവരെല്ലാം ശ്രമിച്ചത്. എന്തിനാ? മുഖ്യമന്ത്രിയാവാൻ. ഏതായാലും ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് ചോറൊന്നും കഴിക്കേണ്ട കാര്യമില്ല. സ്നേഹം എല്ലായിടത്തും, ഈ സുധാകരൻ സ്നേഹമായിരുന്നാലും എന്ത് പ്രകടനമായിരുന്നാലും ഇതൊക്കെ മനസ്സിലാക്കാൻ ഇവർ വിചാരിക്കുന്നത് ഇവർക്ക് മാത്രമേ കിഡ്നി ഉള്ളതാണ്. ഇവിടുത്തെ ജനത്തിന് ഇതെല്ലാം മനസ്സിലാവും. പിന്നെ ഒരു മാറ്റം, അത്
ഈ കാലത്തിൻ്റെ അനിവാര്യമായ ഒരു സാധനമാണ്. ഇപ്പോൾ ഈ ഭരണം മാറുക എന്നുള്ളത് അനിവാര്യതയാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. ആ അനിവാര്യതയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ചിലപ്പോൾ ഈ കേരള സമൂഹം താഴ്ന്നു കൊടുത്തെന്ന് വരും. അതിനെ പക്ഷേ ചവിട്ടിത്തേക്കരുത്.